ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. രാവിലെ തന്നെ ഇവിടെ മഴ തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു ദിവസം മഴയാണെങ്കിൽ അടുത്ത ദിവസം വെയിൽ, അത് കഴിഞ്ഞ് മഴ, പിന്നെ വെയിൽ, ഇങ്ങനെയൊക്കെയാണ് കുറേ ദിവസമായിട്ട്. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിന്ന് എഴുന്നേൽക്കാനായിട്ട് ഒത്തിരി ലേറ്റായി. ഭയങ്കര മടിയായിരുന്നു രാവിലെ, നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ മടി പിടിച്ചിരുന്നാൽ പറ്റുകയില്ലല്ലോ. അങ്ങനെ പതിയെ രാവിലത്തെ ഓരോ ജോലികളായിട്ട് ചെയ്ത് തീർക്കുക. ആദ്യം രാവിലെ കുടിക്കാനുള്ള ചായ തയ്യാറാക്കി, കുറച്ച് ബിസ്ക്കറ്റും എടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ചമ്മന്തിയുമാണ്. അതൊരു 9:30 ആയപ്പോഴത്തേക്കിന് അത് റെഡിയാക്കി കഴിച്ചു. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇത് കണ്ടോ, ഈ വാഴക്കുല ഒടിഞ്ഞു വീണതാണ്. ശരിക്കും മൂപ്പെത്തിയിട്ടില്ല. മഴയത്തും കാറ്റത്തും ഇതുപോലെ 3-4 വാഴക്കുല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ശരിക്കും മൂപ്പെത്താതെ. വാഴയ്ക്ക ആയതുകൊണ്ട് അരിഞ്ഞ് അത് വെള്ളത്തിലിട്ട് കറയെല്ലാം കളഞ്ഞ് നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകി എടുത്ത് സവോളയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഉപ്പ് ഇതെല്ലാം ചേർത്ത് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അടുപ്പത്തേക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് അടുപ്പിലേക്ക് വെക്കുക. വെന്ത് തുടങ്ങിയെന്ന് തോന്നുന്നു, തിളച്ച് വേകാറായി. അത് കഴിഞ്ഞൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും ആവശ്യമെങ്കിൽ കടുക്, ഉണക്കമുളക്, ഇത് ഞാൻ കരിവേപ്പില ഇട്ടിട്ടുള്ളൂ. വെന്ത കായ് ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാൻ ഇടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൂപ്പത്തി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നല്ല രുചികരമായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഒരു 12 മണി ആയപ്പോഴത്തേക്കിന് 2 മാങ്ങ കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു. ഉച്ചയായ ഒരു 1:30 ആയപ്പോൾ പിന്നെ എല്ലാവർക്കും ചോറ് വിളമ്പി. ഉച്ച കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് ഏതാണ്ടൊരു ശമനമൊക്കെ വന്നേ, എന്നാലും ആകെ മൂടിക്കിടക്കുകയാണ്. 4 മണി ആയപ്പോഴത്തേക്കിന് ചായ തയ്യാറാക്കി. ചായയോടൊപ്പം പിന്നെ കഴിക്കാനായിട്ട് കുഞ്ഞിക്കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞു, വിളക്കെല്ലാം തെളിയിച്ചു, നാമം ചൊല്ലി, അങ്ങനെ കുറേ സമയം അങ്ങനെ കടന്നുപോയി. രാത്രിയായപ്പോൾ 2 റെഡ് വെൽവെറ്റിൻ്റെ പേസ്ട്രി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. മധുരം കഴിച്ച് ആകെ മത്ത് പിടിച്ചുകൊണ്ട് പിന്നെ അത്താഴം കഴിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.